നിലമ്പൂരിൽ ബി.ജെ.പി മത്സര രംഗത്തുണ്ടാകുമോ? ബി.ജെ.പി നേതൃത്വത്തിനകത്തും അണികൾക്കിടയിലും ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്. മത്സരിക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന അണിയറ രഹസ്യം. നിലവിൽ ഒരു ഉപസമിതിയെ നിയോഗിച്ച് കാര്യങ്ങൾ പഠിക്കാനാണ് നീക്കം. ചുമതലപ്പെടുത്തിയിരിക്കുന്നതാകട്ടെ മുതിർന്ന നേതാക്കളെയും. അങ്ങനെ പഠിച്ച് കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ വോട്ടെടുപ്പിന്റെ പകുതി ദിവസം പിന്നിട്ട് കഴിയും. പിന്നെ ചിലപ്പോൾ പേരിനൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുഖം രക്ഷിക്കാനുള്ള നീക്കമായിരിക്കും നിലമ്പൂരിൽ ബി.ജെ.പി നടത്തുക. ചിലപ്പോൾ വലിയ ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കൊക്കെ ഇത് പോവുക തന്നെ ചെയ്യും. നിലവിൽ രണ്ട് മുന്നണികൾക്കിടയിലും മണ്ഡലത്തിൽ കാര്യമായ വോട്ട് വിഹിതമില്ലാത്ത ബി.ജെ.പിക്ക് തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടത് കൂടിയുണ്ട്. പുതിയ അധ്യക്ഷന്റെ കീഴിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോലും കെൽപ്പില്ലാത്ത പാർട്ടിയായി ബി.ജെ.പി നേതൃത്വം മാറുമോ എന്ന വിമർശനങ്ങൾ ചിലപ്പോൾ ഉയർന്നേക്കാം. രണ്ടാം നിര നേതാക്കൾ പോലും നിലമ്പൂരിൽ മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടില്ലെന്നതാണ് വിവരം. എന്തായാലും ബി.ജെ.പി നേതൃത്വം തല പുകഞ്ഞാലോചിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സര രംഗത്ത് ഇറങ്ങിയേ പറ്റൂ. അതിനാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു പരീക്ഷണക്കളമായി മാറ്റാൻ ബി.ജെ.പി എടുക്കുമോ എന്ന് കണ്ടറിയണം. ഇടത് വലത് മുന്നണികൾക്ക് നേർക്കുനേർ മത്സരിക്കുന്ന നിലമ്പൂരിൽ ബി.ജെ.പി വോട്ട് ലക്ഷ്യം പോലും പറയുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ കാര്യമൊന്നുമല്ല എന്ന് പറയുന്നവരുമുണ്ട്. ഇനി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോലും മുതിർന്ന നേതാക്കളടക്കം മണ്ഡലത്തിലേക്ക് എത്തുമെന്നതിൽ നേതൃത്വത്തിന് പോലും ഉറപ്പു പറയാനും സാധിക്കുന്നില്ല. നിലവിലെ സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ ചുരുങ്ങിയ മാസങ്ങൾ മാത്രമെന്നിരിക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന ബി.ജെ.പി നേതൃത്വം മനസ്സിൽ പോലും കണ്ടു കാണില്ല. പ്രാദേശിക നേതാവിനെയും അതുമല്ലെങ്കിൽ മണ്ഡലത്തിന് പുറത്തുനിന്ന് ആരെയെങ്കിലും സ്ഥാനാർത്ഥി എത്തിക്കാനുള്ള സാധ്യതകളും ബി.ജെ.പി നേതാക്കൾ ആലോചിക്കുന്നുണ്ട്. പല ഉപതെരഞ്ഞെടുപ്പുകളിലും ദയനീയമായ പരാജയമായിരുന്നു ബി.ജെ.പി നേരിട്ടിരുന്നത്. ഈ സാഹചര്യത്തിൽ വെറുതെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ കാര്യമില്ലെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ബി.ജെ.പിയിലെ തന്നെ ഏതെങ്കിലും മോർച്ച സംഘടനകളുടെ തലപ്പത്തുള്ള ആരെങ്കിലും മത്സര രംഗത്തിറക്കി തലയൂരാനുള്ള ശ്രമങ്ങളും നടന്നേക്കാം. തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിക്കകത്ത് മറ്റേതെങ്കിലും പദവികൾ വാഗ്ദാനമായി നൽകുകയും ഇവർക്ക് ചെയ്തേക്കാം. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അന്തിമമായി മാത്രം സ്വീകരിച്ചാൽ മതിയെന്ന നിലപാടാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനുള്ളത്. സുരേന്ദ്രന്റെ കയ്യിൽ നിന്ന് പാർട്ടിയുടെ ചുമതല ഏറ്റെടുത്ത ശേഷം എത്തുന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ഒരു അഗ്നിപരീക്ഷ കൂടിയാണ്.